കോഴിക്കോട് കണ്ണമ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. ഒരുപാട് കഥകൾ പറയാനുള്ള ചരിത്രമുറങ്ങുന്ന ഒരു വലിയ ഖബർസ്ഥാന് ഈ ഭാഗത്തുണ്ട്. അതായത് 1800 കാലങ്ങളിൽ പടർന്നു പിടിച്ച ഒരു മഹാമാരിയായിരുന്നല്ലോ കോളറ. ആ സമയത്ത് കൂട്ടത്തോടെ മരണപ്പെട്ട ആളുകളെ കബറടക്കാൻ വേണ്ടി കണ്ടെത്തിയ ഒരു സ്ഥലമുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും വലിയ ഖബർസ്ഥാൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കണ്ണമ്പറമ്പ് ജുമാ മസ്ജിദിന്റെ ഖബർസ്ഥാൻ. ഈ കാണുന്നതാണ് കണ്ണമ്പറമ്പ് ജുമാ മസ്ജിദിന്റെ മെയിൻ ഗേറ്റ്. ഇതിലൂടെ നമുക്ക് ഉള്ളിലേക്ക് കടക്കണം. ഞാനിപ്പോൾ ആ ഗേറ്റ് കടന്നു ഈ ഒരു ഖബർസ്ഥാനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എണ്ണമറ്റ മീസാങ്കല്ലുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. പിന്നെ ഈ ഖബർസ്ഥാനുകളൊക്കെ ഓരോ ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. പ്ലോട്ട് ABC എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പ്ലോട്ട് A. ഈ ഒരു പ്ലോട്ടിലും ഒരുപാട് ഖബറുകൾ കാണാൻ കഴിയും. പിന്നെ ഇത് പ്ലോട്ട് B എന്ന് പറയുന്ന ഒരു ഭാഗം കേട്ടോ. അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് ഖബർസ്ഥാൻ ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഇത് പ്ലോട്ട് B 1999 2003 മരിച്ച ആളുകളെ ഖബറാൻ തോന്നുന്നു ഈ ഭാഗത്തുള്ളത്. പിന്നെ ഞാനിങ്ങോട്ട് കയറിയപ്പോൾ സത്യം പറയല്ലോ ഒരുപാട് എന്താ പറയുക അത്ഭുതപ്പെട്ടു പോയി. അത്ര ലക്ഷക്കണക്കിന് ഖബറുകൾ നമുക്ക് ഈ ഒരു ഖബർസ്ഥാനിൽ കാണാൻ കഴിയും. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഒരു കണ്ട ഒരു കാര്യം പറയുന്നത് ഈ ഓരോ ഭാഗങ്ങളായിട്ട് തിരിച്ചേക്കാണ് ഈ ഖബർസ്ഥാൻ. ഇങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് തിരിക്കാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ ഇപ്പം ഈ നാട്ടിലെ ആളുകളെ ഖബർ മാത്രമല്ലല്ലോ, ഈ പല ഭാഗത്തുനിന്നും അതായത് അനാഥരായ ആളുകൾ, അതുപോലെ ആക്സിഡൻറ്റിലൊക്കെ മരണപ്പെടുന്ന ആളുകളെ ഖബറൊക്കെ ഇവിടെ മറവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് മെയിനായിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ്റെ കീഴിലാണ് ഈ ഒരു ഖബർസ്ഥാനൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഇവിടെ ഈ നാട്ടിൽ മരണപ്പെടുന്ന ആളുകളെ ഖബർ ഒരു ഭാഗം, അതുപോലെ തന്നെ അനാഥരായ ആളുകളെ ഖബർ വേറൊരു ഭാഗം, അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇതിങ്ങനെ വേറെ വേറാക്കി തിരിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ അതുപോലെ തന്നെ പ്രശസ്തരായ ഒരുപാട് ആളുകൾ, മാമുക്കോയ അടക്കമുള്ള ഒരുപാട് പ്രശസ്തരായ ആളുകളെ ഖബറൊക്കെ ഈ ഒരു കണ്ണമ്പറമ്പ് ജുമാ മസ്ജിദിൻ്റെ ഖബർസ്ഥാനിലാണ് ഉള്ളത് കേട്ടോ. 1800 കാലങ്ങളിൽ വന്ന കോളറ മഹാമാരിയിൽ മരണപ്പെട്ട